ആദ്യമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആരാണ്? അരുണാണോ മിനുവാണോ? ഓക്കെ, നമ്മുടെ അരുണാണ് ഇവിടെ തൂക്കിയിരിക്കുന്നത് അല്ലെ. അരുണാണ് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ആൻഡ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഈസ് മോർ പേഷ്യന്റ് ഡ്യൂറിങ് ടഫ് സിറ്റുവേഷൻ? കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ക്ഷമയോടും, അതായത് എല്ലാം ഇങ്ങനെ നമുക്ക് സെറ്റാക്കാം, അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാം, നോക്കാം, നമുക്ക് എന്നൊക്കെ ക്ഷമയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ആരാണ്? അപ്പൊ മീനു ദേ ഉത്തരം പറഞ്ഞു. ഓക്കെ, രണ്ടുപേരും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ഉത്തരം പറഞ്ഞേക്കണം. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം നല്ലോണം അറിയാം കുറച്ചൊക്കെ അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇസ് ബോസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്? ആരാണ് ഈ റിലേഷൻഷിപ്പിലെ ബോസ്? ആരാണ്? അതായത് ഞാൻ തീരുമാനിക്കും അതിവിടെ പ്രവർത്തിക്കുമെന്ന് പറയുന്നത് ആരാണ്? അരുൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ എന്താണ്? ഓ, രണ്ടുപേരെ അരുൺ പൊക്കിയ. മിനുവിന്റെ ഉത്തരം എന്തായിരുന്നു? മിനുവിനെ തന്നെ പൊക്കിയ. മിനു ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നത്. പാവാരും അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. സാരമില്ല, ഇനി സമയമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഇസ് ദ ബിഗ്ഗർ ഫുഡി? ഏറ്റവും കൂടുതൽ ഫുഡ് എടുക്കുന്ന ആളാണ്? ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്? സ്വാഭാവികമായിട്ട് നമ്മുടെ അരുണാണ്. മിന്നു നല്ലൊരു കുക്കാണോ അരുൺ? അല്ല, പുറത്തു പോയി കഴിക്കേണ്ടി വരുന്നതാണ് അരുൺ. അരുൺ നല്ലൊരു കുക്കാണോ? അതെ, ഓക്കെ. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് കഴിക്കുക. എനിക്ക് വേറെ ആരെയും സഹായം ഒന്നും വേണ്ടെന്നാണ് പറയാം. നല്ലൊരു കയ്യടി കൊടുക്കാതെ നമുക്ക് അവരുടെ ഒരു കോമ്പാക്ടിബിലിറ്റി അവരുടെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി. ഓക്കെ, ഹു മേക്സ് ദ അതർ ഫീൽ ലവ് ഈവൻ ഓൺ ഓർഡിനറി ഡേയ്സ്? അതായത് സാധാരണ ദിവസങ്ങളിലും അത് കുറച്ച് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് ആരാണ്? ഓ, സ്വീറ്റ്. അപ്പൊ നമ്മുടെ അരുണാണ് ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെന്ന് തോന്നുന്നു അല്ലെ. കുറച്ചിങ്ങനെ ലാളിച്ചെന്ത് ചെയ്തും ഷെയർ ചെയ്തും കെയർ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന അരുണാന്ന് തോന്നുന്നു. ആണോ അരുൺ? അതെ. മിനു എന്താണ്? മിനു എന്താണ് പാവ അരുണിനെ എന്താ സ്നേഹിക്കാത്തത്? ഇല്ല, അങ്ങനെയല്ല, രണ്ടുപേരും സ്നേഹിക്കും, പക്ഷെ അരുണാണ് കുറച്ച് കൂടുതൽ സ്നേഹിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഫോർഗിവ്സ് ഫസ്റ്റ് ആഫ്റ്റർ ആൻ ആർഗ്യുമെന്റ്? ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വഴക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ക്ഷമിക്കുന്ന വ്യക്തി ആരാണ്? എനിക്കിപ്പോഴും ഉത്തരം ഏകദേശമൊക്കെ മനസ്സിലായി. എന്നാലും നിങ്ങളെ പൊക്കിക്കും. ഓ സ്വീറ്റ്, ഞാൻ വിചാരിച്ച ഉത്തരവേ അല്ല. ഞാൻ വിചാരിച്ചു ഓക്കെ, രണ്ടുപേരും പരസ്പരം ക്ഷമിക്കുന്ന വ്യക്തി. അതാണ് ഇവരുടെ റിലേഷൻഷിപ്പില് ഏറ്റവും വേണ്ട ഒരു കാര്യം തന്നെ. പരസ്പരം നമ്മൾ ക്ഷമിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം അല്ലെ. ആ ക്വാളിറ്റി രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ വളരെ ബെറ്റർ ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹു സപ്പോർട്ട്സ് അതേഴ്സ് ഡ്രീം മോർ? ഏറ്റവും കൂടുതൽ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആരാണ് രണ്ടുപേരിൽ? പെർഫെക്റ്റ്. ഇതാണ് ഒരു റിലേഷൻഷിപ്പിന്റെ അടിത്തറ. അതായത് നിന്നെ ഞാനും എന്നെ നീയും സപ്പോർട്ട് ചെയ്യുക. അതായത് മിന്നു പൊക്കിയിരിക്കുന്നത് അരുണിന്റെയും അരുൺ പൊക്കിയിരിക്കുന്നത് മിന്നുവിന്റെയും ചപ്പലാണ്. ഹൗസ് സ്വീറ്റ് അല്ലെ. രണ്ടുപേരും പരസ്പരം രണ്ടുപേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇതിൽ പകരം ദൈവാനുഗ്രഹം വേറെ എന്ത് നിങ്ങൾക്ക് വേണം അല്ലെ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, who is more likely to plan a surprise for the other? ഒരു സർപ്രൈസ് ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തി? രണ്ടുപേരും ഒരുപാട് സർപ്രൈസസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും അവരവന്റെ തന്നെ പേരാണ് പൊക്കിയിരിക്കുന്നത് അല്ലെ. ഒരുപാട് സർപ്രൈസ്. എന്താണ് അരുൺ മിന്നുവിന് തന്നെ ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നത്? ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്തായിരുന്നു ആ ബർത്ത്ഡേ ഗിഫ്റ്റ്? വാച്ച്. അത് വാച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ആവൂലല്ലോ, അല്ലെങ്കിൽ വെറുതെ എന്താണ് സർപ്രൈസ് ഫാക്ടർ എന്തായിരുന്നു അതില്? അതിലത്തൊരു ഫ്ലവർ ബൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനങ്ങൾ അത് ഇപ്പോഴും ഹൃദയത്തോടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നത്. അതേപോലെ തന്നെ മിനു തന്നൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരു വാച്ച് തന്നെയായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ്. വാച്ച് പ്രേമികളാണെന്ന് തോന്നുന്നു രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്ന വാച്ചാണ് കൈമാറി. പക്ഷെ കിട്ടിയത് അവർ വളരെ ഉള്ളുകൊണ്ട് മനസ്സിൽ സ്വീകരിച്ചു. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ആ സർപ്രൈസ് ഫാക്ടർ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തവണ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് തിങ്, ഹു ഈസ് സീക്രറ്റ്ലി മോർ റൊമാൻറ്റിക്? ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തി ആരാണ്? സ്വാഭാവികം നമ്മുടെ മിനു ഇങ്ങനെ അടങ്ങി ഒതുക്കിയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അരുണാണ് മിനുവിൻ്റെ ഉള്ളിൽ ആ ഒരു റൊമാൻറ്റിക് ഫാക്ടറിനെ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന ആളാണ് അല്ലേ മിനു? അതെ അല്ലേ. അപ്പൊ അതെ, പിന്നെ ക്വസ്റ്റ്യൻസ് തീർന്നു. എന്ത് തോന്നുന്നത്? രണ്ടുപേർക്കും കളിച്ചിട്ട് എന്ത് തോന്നുന്നു? അരുൺ എന്ത് തോന്നി? പരസ്പരം ഇങ്ങനെ കറക്റ്റ് ഉത്തരം പറഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷമായി? അതോ ഇങ്ങനെ ഓക്കെ കറക്റ്റ് ഞങ്ങൾ ഒരു പാതിയിലാണ് പോകുന്നതെന്നൊക്കെ തോന്നി?
വളരെ നന്നായിരുന്നു. അതെ, വളരെ നന്നായിരുന്നു. മിനു എന്ത് തോന്നി? നല്ല നല്ലായിരുന്നു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ആ ഷൂസ് ഒന്ന് ഇട്ടോളൂ. അപ്പോൾ ഇവരുടെ ആ ഒരു ഗെയിം നോക്കുകയാണെങ്കിൽ കോമ്പാക്ടിബിലിറ്റി ലെവൽ പരസ്പരം ഇവരെന്ത് ചെയ്യും, പരസ്പരം, അതായത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ട്വിസ്റ്റോടുകൂടി ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിങ്ങനെ ഇട്ട് നോക്കും, അതായത് ആരാണ് ആർക്കാണെന്നുള്ള രീതിയിൽ.